ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് ക്രിയേറ്റീവ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള അവതാർ DPs ഒക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിനും അതുപോലെ തന്നെ ലൈറ്റ് റൂം പ്രിസെറ്റ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്രീക്വൽ എന്നാണ് ആപ്പിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോട്ടോ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും നല്ല രീതിയിൽ ക്ലാരിറ്റി കുറഞ്ഞതായിരിക്കും. ഓക്കെ, നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ കാണാൻ സാധിക്കും ഒരുപാട് എഫക്ട്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ എഫക്ട്സ് എല്ലാം ചിലതൊക്കെ ലോഡ് ആവുന്നതേ ഉള്ളൂ. എല്ലാം ലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എഫക്റ്റ് എല്ലാം ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ആകും. ലോഡിംഗ് ടൈം വളരെ കുറവായിരിക്കും. നമ്മളിതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ലോഡിംഗ് ടൈം വളരെ കൂടുതലാണെന്ന്. അത് ഈ എഫക്റ്റ് എല്ലാം ഒന്ന് ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ എഫക്റ്റ് എല്ലാം ലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ആ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ആവുന്നതാണ്. ലോഡിംഗ് ടൈം വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം ലോഡായിട്ടുണ്ട് എഫക്ട്സ് എല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എഫക്റ്റ് ആഡ് ചെയ്യാം. താഴെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ AI അവതാർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, AI അവതാർ, ആ എഫക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ലോഡാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഫോട്ടോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ ഇതുപോലെ തന്നെ കുറച്ചേറെ സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.